ബസൂക്ക എന്റെ മോനെ, ഈ പടത്തിനൊക്കെ എന്തിനാ പ്രൊമോഷൻ? അമ്മാതിരി സാധനം. സിനിമ തന്നെ എന്തിനാ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ലാസ്റ്റ്. എന്തായാലും ചിലരുണ്ടല്ലോ, ഇൻഡസ്ട്രി ഹിറ്റ് ആയാലും ബ്ലോക്ക് ബസ്റ്റർ ആയാലും അതിന്റെ ക്രെഡിറ്റ് എല്ലാം നായകന്. അതുപോലെ തന്നെ പടം ഫ്ലോപ്പും ഇതൊക്കെ ആണെങ്കിൽ അത് ഡയറക്ടറിന്. ഇനി സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത പടമാണെങ്കിൽ തന്നെ അത് ഫ്ലോപ്പ് ആയാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? പ്രൊഡ്യൂസർക്ക്. ആന്റണി പറഞ്ഞിട്ടാ ഈ പടം ചെയ്തതെന്ന് പറയും. അതൊക്കെ വെച്ച് നോക്കുമ്പം അത്രയ്ക്ക് അങ്ങ് അപരാധം ആയിട്ടില്ല സിനിമ. ഈ പറയുന്ന അത്ര മോശം പറയാൻ ഉള്ള സാധനമൊന്നും ഇല്ല. ഉപദ്രവമൊന്നുമില്ല, കേറിക്കിടന്ന് ഉറങ്ങാം. ഉറക്കുന്നു എന്താ ഈ സിനിമ എന്ന് വെച്ചാല്, ആദ്യത്തെ സിനിമ 2.5 മണിക്കൂറല്ലേ, ആദ്യത്തെ 2 മണിക്കൂർ 10 മിനിറ്റ് ഇങ്ങനെ 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 ഉറക്കം തൂങ്ങി ഇരുന്നിട്ട് അവസാനത്തെ 30 മിനിറ്റ് ആകുമ്പോ അല്ല 20 മിനിറ്റ് ആകുമ്പോ എന്തോ ആ 2.5 ചുരുക്കി 1.5 ആക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളായിരുന്നു. സമയത്ത് തോന്നിപ്പോ ഇത് ഗൗതം മാസ്റ്ററിന്റെ പടമാണോ എന്ന് തോന്നിപ്പോയി, GVM-ന്റെ പടമാണോ എന്ന് തോന്നിപ്പോയി. മമ്മൂട്ടി ബസ്സിലിരിക്കുന്നു, ബസ്സിലിരുന്ന് എന്ത് അങ്ങനത്തെ സിനിമയ്ക്ക് എന്ത് പറയുന്നത്? ബസ്സൂക്ക. ബസ്സിലിരുന്ന് ഊക്കാണ്. ഇനി ഊക്ക എങ്ങനെ ചെയ്യാന്ന് ബസ്സിലിരുന്ന് തോന്നിപ്പോയി. എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മുടെ ദുൽഖറിന് ഒരു അബദ്ധം പറ്റി. ഏതോ ഡയറക്ടറിന്റെ മോന് ചെന്ന് തല വെച്ചിട്ട് ഏത് മൂഡ് ഉറക്കം കൊത്ത. അതുപോലെ തന്നെ ഇക്കയ്ക്ക് പറ്റിയ 2ാമത്തെ അബദ്ധമാണ് ഈ സിനിമ. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മറ്റേ സ്ക്രിപ്റ്റ് റൈറ്റർ കലൂർ ഡെന്നീസിന്റെ മകനാണ്. പുള്ളി കഥയൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് അറിയാൻ വയ്യാത്തവരെ കഥ പറയുമ്പോ വേറൊരു രീതിയിലായിരിക്കും. ഇത് മമ്മൂട്ടി പറഞ്ഞു കേട്ടില്ലേ, കഥ പറഞ്ഞിട്ട് അന്നേരം മമ്മൂട്ടി പറഞ്ഞു നീ തന്നെ ഇതങ്ങ് സംവിധാനം ചെയ്യും, എന്തോ നീ തന്നെ ട്രൈ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മള് ഒരാളെ നിർബന്ധിച്ച് പറ്റാത്ത പണി ചെയ്യിക്കരുത്. ഇതിൽ നിന്നാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത 2-3 വർഷങ്ങൾക്ക് മുന്നേ. ഇതിൽ നിന്നാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. സ്ക്രിപ്റ്റ് വേറെ, സ്ക്രിപ്റ്റ് എഴുതുന്ന പണി വേറെ, സംവിധാനം വേറെ അല്ലേ? എല്ലാത്തിനും ഓരോരുത്തർക്കും ഒരു ഇതുണ്ട്. കണ്ടുമടുത്ത പ്ലോട്ടാണ്. അല്ല, ചിലപ്പോൾ വേറൊരാള് വേറൊരു രീതിയിൽ സംവിധാനം ചെയ്താൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ പഴയ വീഞ്ഞ് പുതിയ കുപ്പി എന്നൊക്കെ പറയത്തില്ല. ഇത് പുതിയ കുപ്പിയല്ല, ഇത് പഴയ വീഞ്ഞ് പഴയ കുപ്പി തന്നെ. അതിനകത്ത് ഗെയിമിങ്ങിന്റെ എലമെന്റ് ആഡ് ചെയ്യും. പക്ഷെ മമ്മൂക്ക ഇത് വീണേന്ന് വെച്ചാല്, മമ്മൂക്കയുടെ അടുത്ത് കഥ പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കും. ഇക്ക നമുക്ക് ഈ പുതിയ പിള്ളേരെ ഒരു പരിപാടി ഉണ്ട്, നല്ല ഗെയിമിങ്ങും പബ്ജി, ടെമ്പിൾ റൺ. കൊച്ചിന്ന് കുറച്ച് പിള്ളേരെ ഇറങ്ങിയിട്ടുണ്ട്, അതിലാണ് ഇക്ക വീണത്. ഇക്ക അറിയാൽ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ ഇക്കൊക്കെ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള തേച്ച് മിനിക്ക് ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടാ. ഇല്ല, ഇതിപ്പോ ഇറങ്ങിയോണ്ടാണ്. അപ്പം മലയാളത്തിൽ ഇതൊക്കെ ചെയ്യാൻ ആരാ ഉള്ളത്? അത് മമ്മൂക്ക മാത്രമേ ഉള്ളൂ. മെയിൻ പോസിറ്റീവ് അവസാനത്തെ 20 എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതിനാ വന്ന്? ഇതിന്റെ ആവശ്യമില്ല. അല്ല, ഇത് മെയിൻ പോസിറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ അവസാനം 20 മിനിറ്റ് മമ്മൂട്ടിയുടെ പെർഫോമൻസ് മാത്രം. പെർഫോമൻസ് ചില മാനറിസം ഒക്കെ പുതുതായിട്ട് ഇവര് കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് വണ്ടർ അടിക്കുന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഒരു സിനിമ എങ്ങനെ ക്ലൈമാക്സ് കൊണ്ട് ഇത്തിരിയെങ്കിലും ഒന്ന് നല്ലതാക്കാന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നല്ലതൊന്നും ആക്കിയിട്ടില്ല, പിന്നെ നമുക്ക് ആ വെറുപ്പിക്കാതെ ഇറങ്ങി പോവാന്നുള്ളൊരു പരിപാടി, അത്രേ ഉള്ളൂ. അങ്ങനെ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ ഇതൊരു ഗെയിം അഡ്വഞ്ചർ പടമാണെന്ന് പറഞ്ഞെങ്കിലും എവിടെയും നമുക്ക് അതൊന്നും ഫീൽ ചെയ്തില്ല. അവരെന്തൊക്കെയോ കാണിക്കുന്നു. ഇവരൊരു വശത്തോടെ ഇങ്ങനെ ഗെയിമിങ്ങിന്റെ കാര്യം പറയുന്നു, ഒരു വശത്തോടെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് GVM പോകുന്നു. ഇടയ്ക്ക് നമുക്ക് തോന്നുന്നു GVM-ന്റെ പടമാണോ എന്ന് തോന്നിപ്പോ. ഒരു കാര്യമില്ലാതെ ഒരു ബസ്സിനകത്തിരുന്ന് ഇങ്ങനെ ഊക്കല് തന്നെ ഊക്കല്, വേറെ ഒന്നുമില്ല. ബസ്സിൽ രണ്ടുപേരും ഇരുന്ന് പോഡ്കാസ്റ്റ് നടത്തുന്ന പോലെ ഗെയിമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. അവരെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കാണുന്നവർ ഇത് എന്തെന്നും പറഞ്ഞു അത്ര തന്നെ. അപ്പൊ ഈ സിനിമ തുടങ്ങുന്നതെന്ന് വെച്ചാല്, നമ്മൾ ആദ്യമായിട്ടൊരു ടീമൊക്കെ ചേർന്ന് ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുമ്പോൾ അറിയാല്ലേ, എടാ കാറിന്റെ ഒരു ബാക്ക് ഷോട്ട്, കാറിന്റെ ഒരു സ്ലോ മോഷൻ, ഡോറ്, ഒരു സീൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു 56 ഷോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത്. എന്തിനാണോ ഇത് ഇത്ര? അപ്പൊ നമ്മൾ വിചാരിക്കും എന്തോ ഇപ്പൊ അടുത്ത വരാൻ പോകുന്ന ഒരു കാറ് കാണിച്ചാൽ അടുത്ത എന്തെങ്കിലും വരും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറെ ഷോർട്സ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ക്യാമറമാൻ നിമിഷ് രവിയാണ് പുള്ളി. അതുപോലെ തന്നെ എടുത്തങ്ങ് വെച്ചിട്ടുണ്ട്. നമ്മൾ റീൽസ് ഒക്കെ കാണുമ്പോൾ അറിയാലോ, നല്ല രീതിയിൽ നല്ല ആംബിയൻസും. അങ്ങനെയാണ് ഈ ക്യാരക്ടർ ഡെവലപ്മെന്റ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത്. വമ്പൻ ഇന്റർപോൾ പോലീസ് ടീമിനെയൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് കുറെ തോന്നിയത്. എനിക്ക് തോന്നിയതായിരിക്കും ചിലപ്പോ എല്ലാവർക്കും. അവരെനിക്ക് വന്ന് ഇങ്ങനെ ഒരുമിച്ചായോണ്ട് ഇടയ്ക്ക് പോയി അതിനകത്ത് അഭിനയിച്ച് ഇങ്ങനെ അങ്ങനെയാന്ന് തോന്നുന്ന പരിപാടി. ശരി, മൊത്തത്തിൽ ഇതിന്റെ ഒരു പരിപാടി മനസ്സിലാവുന്നില്ല. ഇവര് 3 സിനിമയുടെ യൂണിവേഴ്സിന് ഇടയ്ക്ക് സംഭവിച്ചൊരു സിനിമയാണ് ഇത്. ഡൊമിനിക്, അതുപോലെ തന്നെ ഭ്രമയുഗം, അതുപോലെ തന്നെ ഭീഷ്മപർവ്വതത്തിന്റെ സമയത്തുള്ള ഷൂട്ടിങ്. അങ്ങനെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. പക്ഷെ ഈ ഒരു സിനിമ
മമ്മൂക്ക അല്ല സിനിമ ഇതില് ഞാൻ അല്ല പിന്നെ എല്ലാരും പറയുന്നത് മമ്മൂട്ടിയുടെ സ്റ്റൈൽ ലുക്ക് ഇതിനെക്കൂടെ അത് ഞാൻ പറയാം അതങ്ങനെ പറഞ്ഞ് കുറച്ച് പേര് വരും. പക്ഷെ അത് ഞാൻ പറയാം, അതൊക്കെ നമ്മൾ കണ്ട് മടുത്തെന്നല്ല, മടുക്കത്തില്ല ഒരിക്കലും. മമ്മൂട്ടിയും അല്ലെങ്കിൽ പറഞ്ഞ കണക്ക് മോഹൻലാലിനെ ആയാലും ആരെയായാലും ലാലേട്ടനെ ആയാലും ഇപ്പം ഇന്നലെ ഞങ്ങൾ കണ്ട ഗുഡ് ബാഡ് അഗ്ലി അജിത്തിനെ ആയാലും ആരെയായാലും നമ്മൾ കണ്ട് മടുക്കത്തൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ കുറേ പടങ്ങളിലൂടെ നമ്മൾ കണ്ട് കഴിഞ്ഞതാ. അതായത് ഇപ്പം ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ മൂവിയിൽ അദ്ദേഹത്തിന് മാക്സിമം സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം കിട്ടും. ഇതിനകത്തൊന്നും കിട്ടുന്നില്ല, ചുമ്മാ മനസ്സിലെ പ്രായമായി മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ ഇൻട്രോ കാണിക്കുമ്പം അടിപൊളി സുന്ദര, ഇതൊക്കെ നമുക്കറിയാം മമ്മൂക്ക അടിപൊളിയാണ്. കേരളത്തിലെ പറഞ്ഞ കണക്ക് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് നോച്ച് ആയിട്ട് എല്ലാ കാര്യത്തിലും നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയാം. ഇത് അതല്ല പടത്തിൽ വേണ്ടത്. പിന്നെ നമുക്കറിയാൻ കഴിഞ്ഞത് ഇത് ഒരു കുറച്ചാൾ മുമ്പ് എടുത്തു വെച്ച പടമാണ്. കുറച്ചാൾ മുമ്പേ ഇറക്കിയായിരുന്നു ഇച്ചിരി കൂടെ ഒരു ഇത്. ഇപ്പൊ നമ്മൾ കുറെ കണ്ട് കഴിഞ്ഞതൊക്കെ ഒരു മമ്മൂക്കയെക്കാട്ടി കയ്യടി കൊണ്ടുപോയത് ഒരു ക്യാമിയോ ആണ്. അത് പക്ഷേ എല്ലാം റിവീൽ ആക്കിയത് കൊണ്ടാണ്. എന്നിട്ട് പോലും ആൾക്കാര് അതൊന്നും കൊണ്ടുവരുമ്പോ അതിന്റെ ആ ഒരു എസൻസ് അങ്ങ് പോവുക. സീരിയസ് ആയിട്ട് സബ്ജക്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള ടീം അതിനിടയ്ക്കാണ് ആറാട്ടാനം പോലെ ഒരാളെ. അതെന്ന് വെച്ചാൽ ആ ടീമിനെ മൊത്തത്തിൽ അവർക്ക് ഇത്ര ഇതിനൊക്കെ ഇത്ര പറ്റുമോ എന്നുള്ളൊരു സാധനം ഒരു കാര്യമില്ല, ചുമ്മാ. പിന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ കണക്ക് അവസാനം മമ്മൂക്കയുടെ കുറച്ച് മാനറിസംസ് അത് കാണിച്ചേക്കുന്ന ആ രീതി, മമ്മൂക്ക അത് ചെയ്തിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ അതൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാ. അതിന് മമ്മൂക്ക തന്നെ വേണമെന്നില്ല. പക്ഷേ അവസാനത്തെ ഒരു കുറെ സംഭവം അത് മലയാളത്തിൽ കാണാത്ത തരത്തില് ആ ഒരു എന്താണ് ഗെയിമിംഗ് സെറ്റപ്പിൽ ആ മമ്മൂക്ക അവതരിപ്പിച്ചിരിക്കുന്ന ഭയങ്കര ലക്ഷറിയസ് ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തത് സംഭവമാണോ അതൊക്കെ? അത് കണ്ടോണ്ടിരുന്നപ്പോ ആൾക്കാർക്ക് മൊത്തത്തിലൊരു എന്താണ് കണ്ടിറങ്ങുമ്പോ ഒരു എന്തോ ഒരു സാധനം തോന്നി. എത്രയും നേരം വെറുപ്പിച്ചതിന്റെ എല്ലാം കൂടി ലാസ്റ്റ് ഒരു തരക്കേടില്ല വെറുപ്പിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഇന്റർവെല്ലിനൊരു 10 മിനിറ്റ് മുമ്പേ, ഇന്റർവെൽ കഴിഞ്ഞായിരുന്നു ഞാൻ ഉറങ്ങിയത്. ഞാൻ അങ്ങനെ ഉറങ്ങുന്നില്ല, ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോയി. എങ്ങനെ കണ്ടിരിക്കും ഇത്. ഇടയ്ക്ക് വെച്ച് മമ്മൂക്കയുടെയും GVM-ന്റെയും കുറെ നാടകങ്ങള് ഡ്രാമ തന്നെ ഡ്രാമ. ഇത് കണ്ടു തീർക്കാൻ അതൊക്കെ ആ സീനൊക്കെ ആ പടത്തിനെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. മൊത്തത്തിൽ സിനിമ പാളിയെന്ന് വെച്ചാല് സംവിധായകന്റെ ആദ്യ പടം, അതിന്റെ ഒരു പോരായ്മയുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഐഡിയ ഉണ്ട് കേട്ടോ പുള്ളി. ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് അന്നേ ഷൂട്ട് ചെയ്ത് ആ വർഷം തന്നെ ഇറക്കിയിരുന്നെങ്കിൽ ഇത്രയും ഇത് കുറഞ്ഞു കിട്ടിയേനെ. ഇത് ചിലപ്പോ സ്ക്രിപ്റ്റ് ഇവര് കഥ പറയുമ്പോ ഇത് വേറൊരു രീതിയിലായിരിക്കൂടാ. ഇത് ചെയ്തെടുത്തപ്പോ ഇങ്ങനെ ഒരു സംഭവം വേറൊരു രീതിയിലോട്ട് മാറിപ്പോയെന്നേ ഉള്ളൂ. എങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഗെയിമിംഗ് ഇപ്പോഴത്തെ ഗെയിമിങ്ങിന്റെ ഒരു സെക്ടർ ഒരു വശത്തൂടെ തോന്നിയോ? ഇല്ല, അതാ പറഞ്ഞ ഒരു വശത്തൂടെ അത് പോന്ന്, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ ഒരു വശത്തൂടെ ഇത് പോന്ന് അങ്ങോട്ട് സിംഗ. എന്തായാലും കുറെ അപരാധ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഇതിനൊക്കെ വ്യത്യസ്തമാക്കുന്ന ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഒരു ആക്ടറിന് ഒരു സിനിമ ഫ്ലോപ്പ് ആയാല് ഡയറക്ടറിനെ കുറ്റം പറഞ്ഞ് സേഫ് ആവാനല്ലാതെ ആ ഒരു ആക്ടറിനെ കൊണ്ട് ആ സിനിമയിൽ എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണമാണ്. മമ്മൂട്ടി ലാസ്റ്റ് രാജാവാടാ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഇതിനകത്ത് കുറെ ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് നമ്മള് വേട്ടയാന്റെ സമയത്ത് നമ്മൾ റിവ്യൂ പറഞ്ഞായിരുന്നു. ഇല്ലല്ലേ, ഞാൻ ഇല്ലായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ വീക്ക്നെസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പോരായ്മകളെല്ലാം അതിനകത്ത് റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ട്. അതേ സംഭവം തന്നെ ഇതിനകത്ത് നമുക്ക് എല്ലാ വയ്യായ്മയും നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ അതൊരു ഡയറക്ടറുടെ കഴിവാണ്. അത് മാറ്റി നിർത്തി അതിനെ ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഈ പടത്തിൽ ഏറ്റവും വലിയ മോശമായിട്ടുള്ള കാര്യം. പിന്നെ വലിച്ചു നീട്ടൊക്കെ. പിന്നെ നമ്മൾ വലിയ ഇവരൊന്നും പറഞ്ഞിട്ടില്ല സിനിമ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. നമുക്ക് ആ ലുക്കും ട്രെയിലറും ഒക്കെ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും എന്തോ പരിപാടി. അല്ല
അതിന്ന് ആ സിനിമ കണ്ടാൽ തന്നെ വലിയ ഒന്നും പ്രതീക്ഷിച്ച ആരും പോകത്തില്ല. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനൊക്കെ പോയാല് ഇത് ആൾക്ക് ആരെങ്കിലും ഏതൊരു ഓഡിയൻസ് മമ്മൂട്ടി ലുക്ക് കാണാൻ വേണ്ടി മാത്രം പടം കാണാൻ അതല്ല ഈ സിനിമ കണ്ടിട്ട് തോന്നിയോ വലിയ മാസ് ആക്ഷനാ മമ്മൂട്ടിയുടെ എന്തെങ്കിലും ഗെയിം ത്രില്ലർ. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന പോകുന്ന ഓരോ ഇൻസിഡൻസും എനിക്ക് ഒട്ടും ലോജിക്കൽ ആയിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നിയോ? ലോജിക്ക് പോയിട്ട് ഒന്നുമില്ല അല്ലടാ. ഇപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് അവർ കാണിക്കുന്നു. അപ്പൊ ഒരു 3-4 ഇൻസിഡന്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഇൻസിഡന്റ് എന്തെങ്കിലും നമുക്കൊന്നൊരു ലോജിക്കായിട്ട് ഫീൽ ചെയ്യണ്ടേ? ഇത് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്തോ അങ്ങ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ എന്നുള്ള ഒരു പരിപാടി. സത്യം പറഞ്ഞ ഇക്കായിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു പ്ലോട്ടായിരുന്നു. അപ്പൊ ഹക്കീം ഷായും അവരൊക്കെയാണ് മെയിൻ ആയിട്ടും സ്ക്രീൻ സ്പേസ് കൂടുതലുള്ളത്. ഇക്കാടെ ക്ലൈമാക്സ് പേരെല്ലാം പറഞ്ഞ എനിക്ക് കറക്റ്റാടാ. ബസ്സിലിരുന്ന് ബസ് ഊക്ക ആണെന്ന് തോന്നുന്നു ഒരു ഉദ്ദേശിച്ചത്. എന്തൊക്കെയാലും പടം കാണാനുണ്ട്. ക്ലൈമാക്സ് ഇക്ക തൂക്കി. വിഷു വിന്നർ, വിഷു ക്ലാഷ്, ബസൂക്ക തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തൂക്കി. അപ്പോ പ്രതീക്ഷ എന്താണോ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ആരും വലിയ കുറ്റം പറയില്ല. ഇക്കച്ചി ഫാൻസിനെ പ്രാന്തം കുരിയച്ചനാണ്. അപ്പം എന്തായാലും OTT ഇറങ്ങിയാലൊന്നും വലിയ ഊക്കൊന്നും വാങ്ങിക്കാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. ചിലരൊക്കെ പോലെ അതൊക്കെ വരും. ഈ പറഞ്ഞാണെങ്കിൽ ഇന്നലെ മമ്മൂട്ടി കമ്പനിക്കകത്ത് ഇട്ട ആ സാധനം തന്നെ എനിക്കത് കണ്ടിട്ട് ഇന്ന് പോണോന്നൊന്നും തോന്നിയില്ല. നിനക്ക്? എനിക്ക് തോന്നിയില്ല. എന്തായാലും കുറെ നാളെ കഷ്ടപ്പെട്ടിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പൊ അറിയാലോ അതിന്റെ ഒരു അതാ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങള് പെട്ടെന്ന് പോയി കാണണം. അല്ലെങ്കിൽ പിന്നെ ടിക്കറ്റ് കിട്ടാത്തല്ല, അല്ലെങ്കിൽ പടം കാണത്തില്ല തിയേറ്ററിൽ. അപ്പൊ ഓക്കെ ബൈ.